മുതലാളി, ആ കുട്ടിയെ കൂടുതൽ നിയന്ത്രിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് രജനി കോർപ്പറേഷന്റെ എല്ലാ രേഖകളും രജനിക്കുഞ്ഞിന്റെ പേരിലാണ്. അത് മുതലാളിയുടെ കയ്യിൽ വരുന്നത് വരെ കുറെ കൂടെ ശ്രദ്ധാപൂർവം പെരുമാറും. നീ പറയുന്നത് ശരിയാണ് ശേഖര. പക്ഷേ അവൾ പുറത്തുള്ളവരുമായി കൂടുതൽ ഇടപെട്ടാൽ പലരും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരാം. ഇതുവരെ പുറത്തായിരുന്നുകൊണ്ട് അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. എന്നാൽ ദൂരെ എവിടെയെങ്കിലും കല്യാണം കഴിച്ചു വിടണം. ഞാൻ പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കുന്ന ഒരുവനെ കിട്ടാതെ കല്യാണം കഴിപ്പിക്കുന്നതും അബദ്ധമാണ്. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അതുപോട്ടെ, ഹാർബറിൽ നമ്മുടെ ഷിപ്പിൽ നിന്ന് പിടിച്ച സാധനങ്ങളുടെ കാര്യം എന്തായി? സീരിയൽ ബണ്ടിലുകൾ കസ്റ്റംസുകാർ പരിശോധിച്ചു. പക്ഷേ അവർക്കൊന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. വെരി ഗുഡ്. പിന്നെ നമ്മെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൊഴിലാളികളുടെ ലീഡർ ആ അപ്പുവാണ്. അപ്പു? അതെ, ഞാൻ തന്നെ നേതൃത്വം. കള്ളപ്പണം ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി മൂപ്പന്മാർ തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. മോനെ, ഞങ്ങളൊക്കെ തുറമുഖത്ത് പണിയെടുത്തിരുന്ന കാലത്ത് മൂപ്പന്മാരും തൊഴിലാളികളും തമ്മിൽ ഭിന്നിപ്പോ തമ്മിത്തല്ലോ ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലമല്ലച്ച ഇന്ന്. കാലത്തിനല്ലടാ മാറ്റം വന്നിരിക്കുന്നത്, മനുഷ്യർക്കാ. പണ്ടൊക്കെ പണിയെടുക്കുന്നവനും എടുപ്പിക്കുന്നവനും അവരവരുടേതായ ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നു. ഇന്ന് ഇടനിലക്കാരായി ഈ മൂപ്പന്മാരാണ് അച്ഛാ കുഴപ്പമുണ്ടാകുന്നത്. മോനെ, അന്നത്തെ മൂപ്പന്മാര് ഞാനും മമ്മയും നിൽക്കുന്നിടത്ത് അനങ്ങില്ലായിരുന്നു. പക്ഷെ നിങ്ങളെയും തകർത്തത് ഈ കള്ളപ്പണക്കാരില്ലേ അച്ഛാ? അതേടാ, മമ്മദിനെ അവന്മാര് കൊന്നു. ഞാൻ ഒരു ജീവച്ഛവം പോലെ ഇന്ന് കഴിയുന്നു. അച്ഛാ, വല്യേട്ടാ, ചോറ് വിളമ്പി. അവൻ കൂടെ ഒരടി. നേരെ ഒരുപാട് ഇരുട്ടില്ലേ? കൊച്ചേട്ടൻ വന്നെന്നും വന്നില്ലെന്നും വരും. മോക്കുറക്കം വരുന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചിട്ട് കിടന്നു. അച്ഛനും ചേട്ടന്മാരും കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുന്നത്? ഇവൻ എവിടെ പോയിരിക്കുക? ഒരു പെങ്ങൾ ഇവിടെ പ്രായമായി നിൽക്കുന്നു പോലും അവൻ ആലോചിക്കാതെ. എന്താ മോളെ? ഈ കൊച്ചേട്ടൻ പുറംവാതിലിൽ കൂടി കയറി വന്നപ്പോ ഞാൻ പേടിച്ച് വിളിച്ചു പോയതാ. എന്താടാ ഇത്? നീ എന്താ നനഞ്ഞിരിക്കുന്നത്? ബോട്ട് മുങ്ങിയതാ? ബോട്ട് മുങ്ങിയതോ? ഈ രാത്രി നീ എവിടേക്കാ ബോട്ടിൽ പോയത്? എന്താണോ ഒന്നും മിണ്ടാത്തത്? അച്ഛനെന്തിനാ അവരോടൊക്കെ ചോദിക്കുന്നത്? ഇവൻ ഇന്ന് വരെ ഒരു കാര്യം സത്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാർബറിൽ പോയതാ. അതെ, നിനക്ക് ഈടെയായിട്ട് ഹാർബറിൽ ചില പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം സൂക്ഷിച്ചു വേണം. എന്ത് സൂക്ഷിക്കാൻ? അവരൊക്കെ ഉള്ളതുകൊണ്ടാ ഞാനും ചേട്ടനെ പോലെ ഹാർബർ പണിക്കാരനാകാതെ അന്തസ്സായി ആണുങ്ങളെ പോലെ ജീവിക്കുന്നത്. നിന്റെ ഒരു ആണുങ്ങള്. എടാ, നിന്റെ തന്തയെ ഞാൻ ഒരു ഹാർബർ പണിക്കാരനായിരുന്നു. നിന്റെ ചേട്ടനായ ഇവൻ ഇപ്പോഴും അതേ പണി തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാടാ ഇപ്പോഴും ഈ വീട്ടിൽ തീ പോകുന്നത്. ഞാൻ നിങ്ങൾക്കൊക്കെ ശല്യമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ബാല, നീ എന്താ പറഞ്ഞത്? നീ പോകുന്നെന്നോ? ആ ഒറ്റ വാക്കിൽ നിനക്കെല്ലാം പറഞ്ഞു തീർക്കാൻ സാധിക്കും. അച്ഛനൊന്ന് സമാധാനപ്പെടണം അച്ഛൻ. നീ വരാൻ താമസിച്ചത് കാരണമാണ് വയസ്സായ അച്ഛൻ പോലും ഇത്രയും നേരം ആഹാരം കഴിക്കാതെ കാത്തിരുന്നത്. നീ ഇതൊക്കെ മാറും. പോയി മാറാൻ. ഇതുപോലൊരു കപ്പലുണ്ടായിരുന്നു നമുക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നില്ലയോ? എന്റെ വകയിലൊരു അച്ഛൻ ഇതുപോലൊരു കപ്പലുണ്ടായിരുന്നു, മുങ്ങിപ്പോയി. ഇന്ന് ഹാർബറിൽ ശമ്പള ദിവസം അല്ലേ ഇവിടെ? എന്നിട്ട് ഒരുത്തനെ പോലും ക്യാൻവാസ് ചെയ്യാൻ നമുക്ക് ഒത്തില്ലല്ലോ. എന്തോ ചെയ്യാനാശാൻ, ഈ ഇടയായിട്ട് നമ്മുടെ എലിസബത്ത് അമ്മയ്ക്ക് പോളിംഗ് കുറച്ച് കുറവാണ്. ഇതെന്തോന്നാ ആശാനെ 555? കൃമി, ഇത് വലിക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ഇപ്പൊ കയ്യിലുള്ള എടുത്തങ്ങ് വലിച്ചാൽ മതി. എന്തോ ആ ഉമ്മറൂട്ടിയുടെ കാശ് കാണും, നമുക്ക് ഇന്ന് വളയ്ക്കാം. അയ്യോ പൊന്നാശാൻ, ഞാനില്ല. അവനെ വളയ്ക്കാൻ ചെന്നാലേ അവൻ നമ്മളെ കയറി വളയ്ക്കും. പൂളെ, ഇവനെ എങ്ങനെയെങ്കിലും കയ്യിലെടുത്താൽ ആ അപ്പു നമ്മുടെ പോക്കറ്റിൽ വീഴും. ഹനുമാന് വാലില ശൗര്യം എന്ന് കേട്ടിട്ടില്ല? അത് ഞങ്ങളുടെ മതത്തിൽ ഹനുമാൻ ഇല്ലല്ലോ ആശാന്. നീ വിഷമിക്കണ്ട, നിന്റെ തന്തയെ പിടിച്ചൊരു വാല് വെച്ച് കേട്ടാ. നീ വാ.
മുതലാളി, എന്താ ഈ കൈപ്പത്തി എപ്പോഴും വരയ്ക്കുന്നു? അസ്ത്രിക ശാസ്ത്രം തുടങ്ങാനാണോ? അതേടാ, നിനക്കൊക്കെ എത്ര ബാപ്പമാരാണെന്ന് കണ്ടുപിടിക്കാണ് നമ്മൾ ഈ രേഖാശാസ്ത്രം തുടങ്ങുന്നത്. മുതലാളി ഞങ്ങളുടെ തന്തയ്ക്ക് പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ബിസിനസ് നടന്നു കിട്ടിയാ മതി. മുതലാളിക്ക് വേണ്ടി ഞങ്ങള് പുതിയ ഒരെണ്ണത്തിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓ മെയിൻ. ഇതുവരെ ആരും തൊട്ടിട്ടില്ല. അയ്യോ, ഉമ്മറോട്ടി, എന്താ ഇത്? യവന്മാർ നമുക്ക് പെണ്ണിനെ ശരിയാക്കിയിട്ട് വന്നിരിക്കുക. നോക്കാതെ കാഫറുകള്. മുറോട്ടി, നീ ഭാസ്കരനെ പോയി കണ്ടോ? അവര് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. പക്ഷെങ്കിൽ ഇനി ആറുപറിൽ വരാനോ പണിയെടുക്കാനോ പറ്റില്ല. എന്താ? അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിക്ക് ഭ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധിഭ്രമോ? എന്നാ നമുക്ക് നോക്കാം. ഞമ്മളിതൊന്ന് വരച്ചു തീർത്താട്ടോ. നിനക്ക് 5 മിനിറ്റ് കിട്ടിയ ഈ കയ്യടവെല്ലാം വരയ്ക്കുന്ന സമയമുള്ളൂ അല്ലേ? ഇത് നമ്മുടെ ബാപ്പാന്റെ കൈയാണ്. നമ്മൾ എന്തിനാണ് ഇത് വരയ്ക്കുന്നതെന്ന് ഒരു നാളില് ഈ ഹാർബറിലുള്ളവരറിയും.